ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഒരുപാട് താരങ്ങളെ ഒഴിവാക്കിയിരുന്നു. ചില താരങ്ങളെ ക്ലബിലേക്ക് കൊണ്ടുവന്ന കൂട്ടത്തിൽപ്പെട്ട താരമാണ് ഡുഷാൻ ലഗാത്തോർ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്ന താരമാണ് ഡുഷാൻ ലഗാത്തോർ. കോയഫിനെ ഒഴിവാക്കിക്കൊണ്ടാണ് പിന്നീട് ഇദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേവലം 3 മത്സരങ്ങൾ മാത്രമാണ് ലഗാത്തോർ ഈ സീസണിൽ ഇതുവരെ കളിച്ചിട്ടുള്ളത്. അത് തന്നെ 3 മത്സരങ്ങളിലും അദ്ദേഹം പകരക്കാരനായിക്കൊണ്ട് ഇറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റ മത്സരത്തിൽ പോലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 3 മത്സരങ്ങളിൽ നിന്ന് കേവലം 46 മിനിറ്റ് മാത്രമാണ് ഡുഷാൻ ലഗാത്തോർ കളിച്ചിട്ടുള്ളത്. അതായത് ശരാശരി ഒരു മത്സരത്തിൽ കേവലം 15 മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനിയിപ്പോൾ കേവലം 4 മത്സരങ്ങൾ മാത്രമാണ് ISL അവശേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പിന്നെ ലഗാത്തോറിനെ കൊണ്ടുവന്നത് എന്ന ഒരു ചോദ്യമാണ് ഇവിടെയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണോ ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ തന്നെ ധൃതി പിടിച്ചു കൊണ്ടുവന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്നാണ് അറിയേണ്ടത്. അടുത്ത സീസണിലേക്ക് ഉപയോഗപ്പെടുത്താനാണെങ്കിൽ അടുത്ത സമ്മറിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ക്ലബിന് ഒരു ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ അടിയന്തരമായി കൊണ്ട് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കോയഫിനെ ഒഴിവാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കോയഫ് ആകട്ടെ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. ആകെ 13 മത്സരങ്ങൾ കളിച്ചിരുന്നു. 10 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു താരത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ഡുഷാൻ ലഗാത്തോറിനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ ജനുവരിയിൽ തന്നെ ധൃതി പിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. അടുത്ത സമ്മറിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. കോയഫിനെ വെച്ചുകൊണ്ട് തന്നെ ടീമിന് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ 4 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. ആ 4 മത്സരങ്ങളിൽ ലഗാത്തോറിന് എത്രത്തോളം അവസരങ്ങൾ ലഭിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.